വിവരമുള്ള കോൺഗ്രസുകാരെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയാണ്. ഇപ്പോഴിതാ നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നത് പി ചിദംബരമാണ്. നേരത്തെ ശശി തരൂർ കൃത്യമായി കുറിക്കുകൊള്ളുന്ന മറുപടി കോൺഗ്രസുകാർക്ക് തന്നെ കൊടുത്തിരുന്നു. അതായത് 1971 ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നപ്പോഴുള്ള സാഹചര്യം വ്യത്യസ്തമാണ്, 2025 ഇപ്പോഴുള്ള സാഹചര്യം വ്യത്യസ്തമാണ്. പാകിസ്ഥാനെ ഭീകരതയ്ക്ക് വേണ്ടി ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ പാഠം പാകിസ്ഥാൻ പഠിച്ചു. യുദ്ധമല്ല നമുക്ക് വേണ്ടത്, പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഭീകരവാദികളെ പിടിക്കുക എന്നുള്ളതാണ്. കൃത്യമാണ്, ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ പ്ലാൻഡ് ആണ് എന്ന് ശശി തരൂർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനിൽ ഒരു പൗരന് പോലും യാതൊരുവിധ പ്രശ്നവുമില്ലാതെ ഒരു ഇസ്രായേൽ മോഡൽ അറ്റാക്കാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അതായത് ഭീകരവാദികളെ തിരഞ്ഞു പിടിച്ച് അതിർത്തി കടന്നു പോകാതെ കൊന്നൊടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ലോക രാജ്യങ്ങൾക്ക് പോലും അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴിതാ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടെത്തിയിരിക്കുന്നത് ചിദംബരമാണ്. ഹി സെഡ് PM മോഡി വൈസ്ലി ചൂസ് എ കാലിബ്രേറ്റഡ് മിലിറ്ററി റെസ്പോൺസ് ലിമിറ്റഡ് ടു സെലക്ടഡ് ടാർഗറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് സെലക്ടഡ് ടാർഗറ്റ്സ്, അതായത് തിരഞ്ഞെടുത്ത ടാർഗറ്റിൽ വളരെ കൃത്യതയുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓർഡർ കൊടുത്തിരിക്കുന്നത് എന്നാണ് കൃത്യമായി ചിദംബരം പറയുന്നത്. ഹി നോട്ടഡ് ദാറ്റ് ദ പ്രൈം മിനിസ്റ്റർ ഹാൻഡിൽഡ് ഇന്ത്യ പാക് സിറ്റുവേഷൻ വിത്ത് കോഷൻ എന്നും പറയുന്നുണ്ട്. അതായത് ഇവിടെയുള്ള വിവരം കെട്ട കോൺഗ്രസുകാർക്ക് ഇല്ലാതെ പോയതും പ്രധാനമന്ത്രിക്ക് ഉള്ളതും ചിദംബരത്തിന് പോലും മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ഈ സിറ്റുവേഷൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇതിനെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചു എന്നുള്ളതാണ്. വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി ഇന്നലെ വരെ യുദ്ധം വേണ്ട എന്ന് പറയുന്ന കോൺഗ്രസുകാരെല്ലാം ചാടി ഇറങ്ങി 1971 ഇന്ദിരാഗാന്ധി യുദ്ധം നടത്തി പാകിസ്ഥാനെ രണ്ടായി പിളർത്തി എന്നൊക്കെ പറയുന്ന ഡയലോഗുകൾ ഇവറ്റകൾ അടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ യുദ്ധത്തിൽ ഇന്ത്യ വീണ്ടും 50 കൊല്ലം പിറകിലേക്ക് പോവുകയും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യയുടെ സൈഡിൽ കിടക്കുന്ന ഒരു ശത്രു രാജ്യത്തിനെ നമുക്ക് കിട്ടുകയും നരേന്ദ്രമോദിക്ക് കൂടുതൽ തലവേദന ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നുണ്ടായ ആകെ ഗുണം എന്ന് പറയുന്നത്. 93,000 പട്ടാളക്കാരെ പാകിസ്ഥാനികളെ നമ്മുടെ സൈനികർ വളരെ ജീവനും രക്തവും ചിന്തി പിടിച്ചപ്പോൾ ആ 93,000 സൈനികരെ ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവിന് വേണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചെഴുതി കൊടുക്കുകയും, അതായത് അങ്ങോട്ടേക്ക് തിരിച്ച് പറഞ്ഞു വിടുകയും, കശ്മീരിൻ്റെ അതിർത്തി നിങ്ങൾ അംഗീകരിക്കണം എന്ന് പാകിസ്ഥാനോട് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാമെന്ന് പാകിസ്ഥാൻ വാക്കാൽ മറുപടി പറഞ്ഞപ്പോൾ ഒരു കരാറ് പോലും ഇല്ലാതെ പാകിസ്ഥാനെ വിശ്വസിച്ച് തിരികെ വരികയും, എന്തിനു പറയുന്നു, റഷ്യയുടെ പോലും സമ്മർദ്ദത്തിന് അന്ന് വഴങ്ങുകയും ചെയ്ത ഇന്ദിരാഗാന്ധിയാണ് ഇന്ന് പാകിസ്ഥാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു യുദ്ധത്തിലേക്ക് പോലും പോകാതെ അവരുടെ ഭീകരവാദികളെ തിരഞ്ഞു പിടിച്ചടിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ഈ കോൺഗ്രസുകാർ, അതായത് വിവരം കെട്ട കോൺഗ്രസുകാർ കുറ്റം പറയുന്നത് എന്നുള്ളതാണ്. അവർക്ക് വയറ്റിപ്പഴപ്പാണ്. കാരണം അവർക്ക് നാളെ BJP ഇറങ്ങി അധികാരത്തിലെത്തിയാൽ മാത്രമേ വല്ലതും വയറ്റിനുള്ളിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിന് രാജ്യം നടത്തിയ വലിയൊരു ഓപ്പറേഷനെ ഇത്തരത്തിൽ തരം താഴ്ത്തിക്കൊണ്ട് ചെയ്യുന്നത് ജനങ്ങൾ ഇനിയും നിങ്ങളെ പ്രതിപക്ഷത്ത് പോലുമല്ല, ചിലപ്പോൾ പ്രതിപക്ഷത്ത് ഞോട്ടയ്ക്കും താഴെ പോകുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിയേക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.